ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ എൻ്റെ ഡെലിവറി വ്ലോഗ് പറഞ്ഞാലാ. ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അറിയണേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോഴും നാത്തൂന് 3 മാസമൊക്കെ കഴിഞ്ഞ്, 4-5 മാസമായി നാത്തൂന്. 3 മാസം എന്തോ ആയിരുന്നു. അവൾ ഛർദിലായിട്ട് ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അന്ന് അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പ്രഗ്നൻസി കിറ്റൊക്കെ വെച്ച് നോക്കിയപ്പം ഡബിൾ വരാം വിശ്വാസമായില്ല. അന്ന് നാത്തൂനെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് ആശുപത്രി പോയിട്ട് വന്നപ്പോൾ ആശുപത്രി വന്ന് രാവിലെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെയും 2 ചേട്ടൻ ജോലിക്ക് പോയപ്പോൾ ഞാൻ നേരെ ആശുപത്രിയിൽ പോയായിരുന്നു. അവരടുത്തൊക്കെ പേരൊന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ ഇതുപോലെയാണ് വിശേഷം എന്ന്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് രാധിയെ കാണിക്കണം, ഡോക്ടറിനെ കാണിക്കും. രാധിയെ കാണിച്ചെന്ന് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ദേവി ഡോക്ടറിനായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കൺസൾട്ടേഷൻ ഫീസ് 300 പകുതി വെച്ചാണ് 300 കേട്ടോ എൻ്റെ ഡേറ്റൊക്കെ അടുത്ത് വന്നപ്പോൾ. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ഉള്ളിൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കുഴപ്പമില്ലാതെയൊക്കെ പോയി. ഒരു 7 മാസമൊക്കെ ആയപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറച്ച് കുറവാണെന്ന് പറഞ്ഞ് പ്രോട്ടീൻ പൗഡർ എഴുതിയാണ്. പ്രോട്ടീൻ പൗഡറൊക്കെ കുടിച്ച് 9-ാം മാസം ലാസ്റ്റൊക്കെ ആയപ്പം കുഞ്ഞിനൊട്ടും വെയിറ്റ് ഇല്ല. അപ്പോഴും അവർ പറഞ്ഞ് സിസേറിയനായിരിക്കും. എനിക്ക് സെപ്റ്റംബർ 23 ഡേറ്റ്. പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ എന്നാൽ 1-ാം തീയതി അഡ്മിറ്റ് ആവും. അപ്പം ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ ഇവിടെ ആയിരിക്കുമോ അത് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകുമെന്ന് ചോദിച്ച്. വെയിറ്റ് ഉറപ്പാണ്. ഇവിടെ അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ എന്നെ ഇവിടെ ഡെലിവറി എടുത്ത് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകും. അപ്പം നമ്മളിവിടെ റെഫറൻസ് ചെയ്ത് SITക്ക് പോയി. 1-ാം തീയതി പോയി OP കാണിച്ച് അവർ അഡ്മിറ്റാക്കി. ലേബർ റൂമിൽ ഒബ്സർവേഷനിൽ കയറ്റി. അപ്പോൾ അവിടുന്ന് പെയിൻ വരുന്നതനുസരിച്ചാണ് ലേബർ റൂമിൽ കൊണ്ടുപോകണം. എനിക്ക് ട്യൂബൊക്കെ ഇട്ട് നൈറ്റ് പെയിൻ വന്നില്ല. വാർഡിൽ പോയി രാവിലെ വന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തിരിച്ചു പോകണ്ട, 2-ാം തീയതി നീ ഇവിടെ നിറഞ്ഞോളാൻ പറഞ്ഞു. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുളിക കൊണ്ട് തരുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനക്കം ചെക്ക് ചെയ്യാനൊക്കെ വരുമായിരുന്നു. ഇവൻ അനക്കം കിട്ടാത്തതുകൊണ്ട് ഒരു ചെറുക്കെ പാട്ട് പാടിയാണ് അനക്കം വന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അനങ്ങി. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പം ഡോക്ടറുമായിട്ട് ചോദിച്ച്, ജിനയ്ക്ക് വയറുവേദന പെയിനോ? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ. പിന്നെ രാവിലെ നോക്കാമെന്ന്. അവർ രാവിലെ ഒന്നും ഉദ്ദേശിച്ചത് അവരിന് വെള്ളം പൊട്ടിച്ച് വിടാനായിരുന്നു. അവർ 10-10:30-11 മണിയാകുമ്പോൾ എൻ്റെ അടുത്ത് PV ചെല്ലാൻ ചെയ്യാൻ പറഞ്ഞ് ഞാൻ പോയി കിടന്ന് 1 മണിക്കൂർ കിടന്ന് ഡോക്ടർ വന്ന് വെള്ളം പൊട്ടിച്ചിട്ട് ഒരു ജെല്ല് പോലും നല്ല ചൂടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വെള്ളം പൊട്ടിച്ചിട്ടെന്ന്. അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല, പേടിക്കാതിരിക്കാനായിരിക്കാം. അത് കഴിഞ്ഞ് ട്രോളി കയറ്റി എന്നെ അങ്ങ് കൊണ്ട്. പിന്നെ ഒബ്സർവേഷൻ്റെ അടുത്ത് കിടന്നൊരു ചേച്ചി ലേബർ പെയിൻ എടുത്ത് ബ്ലീഡിങ് ഒക്കെ വന്ന് അവരപ്പുറത്ത് ലേബർ റൂമിൽ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് അവർ കിടന്ന് വിളിയും ഒക്കെ. എനിക്ക് വേദനയുണ്ട് പിന്നെ, പക്ഷെ നല്ല വേദനയാണ്. പക്ഷെ ഇത് കൺട്രാക്ഷൻ ഇത് പറഞ്ഞേ ഉള്ളൂ. സർവിക്സിൽ എത്ര ഇത് ഓപ്പൺ ആവുന്നില്ലേ, 7 സെൻറ്റിമീറ്ററോ 7% എന്തിനും ഓപ്പൺ ആയുള്ളൂ എൻ്റെ അത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പുഷ് ചെയ്യല്ലേ, നിനക്ക് ലാസ്റ്റ് സമയമാകുമ്പം എൻ്റെ ആരോഗ്യമൊക്കെ പോവും, അതുകൊണ്ട് വേദന സഹിക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റിയൊന്നുമില്ല. ഞാൻ കിടന്ന് വിളിയായി. അത് കഴിഞ്ഞ് 1 മണിയായി, 2 മണിയായി. 2 മണിക്ക് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞ് സിസേറിയനാണ് ജീനയ്ക്ക്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുന്നു എന്ന് പറഞ്ഞ് സിസേറിയന് കൊണ്ട്. എനിക്ക് പേടിയായി. ഞാൻ ചേട്ടനെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് ചേട്ടനെ കാണിച്ചിട്ട് സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോയി. ഞാൻ ഫസ്റ്റ് ഡോക്ടറെ ചോദിച്ച കാര്യം ഇതെപ്പോൾ കഴിയും സിസേറിയൻ. അപ്പോൾ ഡോക്ടർ എനിക്ക് തോന്നി അങ്ങനെ ചോദിക്കല്ലേ, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സിസേറിയൻ അനസ്തേഷ്യ ആയിരുന്നു കേട്ടോ. അനസ്തേഷ്യ എന്ന് വെച്ചാൽ നല്ല വേദനയാണ്. ഞാൻ അമ്മേന്ന് കിടന്ന് വെച്ചു PV ചെയ്തേക്കാൾ വേണം. അത് കഴിഞ്ഞ് അവരിവിടെ ഇങ്ങനെ തൊട്ട് നോക്കും മരവിച്ചാന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടച്ച് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് സിസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിനെ പൊക്കി കാണിച്ചത് ഇങ്ങനെ ബാഹുബലിയെ കൊച്ചിനെ പൊക്കണമാണ്. എനിക്ക് മോനാന്ന് വെച്ചപ്പോൾ മോനെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ആ ഓർമ്മ അവർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ട്രോളി കയറ്റി വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കിടത്തിന്ന് കുഞ്ഞിന് പാല് കൊടുത്ത്, ഞാൻ പിടിച്ചൊരു സിസ്റ്റർ കൊടുത്തതാണ്. അത് കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും ചേട്ടനൊക്കെ കുഞ്ഞിനെ കണ്ട്.
അത് കഴിഞ്ഞ് ഒരു 8-9 മണിയായപ്പോൾ എന്നെ വാർഡിലോട്ടാക്കി ഷിഫ്റ്റ് ചെയ്തു. വീൽ ചെയറിൽ നിൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ട പാട് ഒരു വല്ലാത്ത പാടായിരുന്നു. അതിന് പിറ്റേന്ന് എണീക്കണേക്ക് ടാസ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു ഈ സിസേറിയൻ ഞാൻ കരുതി. ഒന്ന് നടക്കാനോ ഒന്ന് എണീക്കാനോ പറ്റാത്ത അവസ്ഥ. ഇത്രയും വേദന ഒന്നും സഹിച്ചില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു എല്ലാ ആൾക്കാരും സിസേറിയൻ എന്തുകൊണ്ട് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്. എനിക്കെന്താ സിസേറിയനേക്കാൾ സുഖമാണ് സുഖപ്രസവം. എന്നുവെച്ചാൽ അപ്പോഴത്തെ ആ വേദന നമ്മൾ സഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് വേദനയാണ്, പക്ഷെ നമുക്കത് സഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സ്റ്റിച്ചെന്ന് വെച്ചാൽ നടക്കാനോ ഒന്നും നൂരാനോ ഒന്നും പറ്റൂല. ഞാൻ 5 ദിവസം കിടന്നു. 5 ദിവസമാണ് അവിടെ കിടന്ന്. 5-ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ഉച്ചയ്ക്ക് എനിക്ക് ചുമ വന്നു. എന്നുവെച്ചാൽ ഡിസ്ചാർജൊക്കെ എഴുതി 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് എനിക്ക് ചുമ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ചുമയ്ക്കുള്ള മരുന്നൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങ് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞില്ല ചുമയുണ്ടെന്ന്. പക്ഷെ ആ ചുമ വില്ലനായി. വീട്ടിൽ വന്നത് എനിക്കത് ഒരു ചുമ, ഈ സ്റ്റിച്ചുള്ളതുകൊണ്ട് ചുമയ്ക്കാൻ പറ്റൂലല്ലോ, അത് കഫം പോലെയായി. എനിക്ക് ശ്വാസം മുട്ടുമല്ലോ, പക്ഷെ അത് ശ്വാസം മുട്ടലായിട്ടല്ല വന്ന് എനിക്ക് ഇത് ചുമ, നിർത്താതെ ചുമ. പിറ്റേന്ന് നെയ്യാറ്റിൻകര ആശുപത്രി പോയപ്പോൾ പറഞ്ഞു ഡെലിവറിയാണ് SITയിലല്ലേ, എമർജൻസിയാണ്, ഓക്സിജൻ ലെവൽ തീരെയില്ല, ആംബുലൻസ് ഓടിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ആംബുലൻസും വിളിച്ച് കൊണ്ടുപോയി അവരെന്നെ നേരെ ICUയിൽ കയറ്റി. ആ ലേബർ പെയിനും വെച്ച് അപ്പോഴവർ പറഞ്ഞ് സിസേറിയനാണെങ്കിൽ 7ൻ്റെ അന്ന് വിടൂലേ, എന്തിന് 5ൻ്റെ അന്ന് വിട്ടേന്ന് അവർ പറയണം ഡ്യൂട്ടി ഡോക്ടർമാർക്ക്. അങ്ങനെ പിന്നെ കുറേ നാൾ ICU കിടന്ന്, പിന്നെയും തിരിച്ച് കുറേ ദിവസം ICU കിടന്ന് തിരിച്ച് ഒബ്സർവേഷനിൽ തന്നെ ഞാൻ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവന് വെയിറ്റ് ഇല്ല. കുഞ്ഞിന് ജനിച്ചപ്പോൾ 1,900 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 100 പിന്നെ അത് 1,900 1,800 അങ്ങനെ വെയിറ്റ് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയില്ല, ചേട്ടൻ്റെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഫീഡൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് ഇവൻ ജന്മകാലം പാൽ കുടിക്കൂല, എന്ന് വെച്ചാൽ വലിച്ചു കുടിക്കൂല. ഇവന് പാൽക്കുപ്പി കൊടുത്ത് അവൻ കുടിക്കും, അല്ലാതെ ഇപ്പോഴും അവൻ കുടിക്കുകയില്ല. അങ്ങനെ പിന്നെ ലാക്ടേജൻ ബോയി ആയി അവൻ. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. വല്ലാത്തൊരു സ്റ്റോറിയാണ്. ഇനി അബദ്ധവശാൽ അടുത്തൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ, അന്ന് ഞാൻ ഒരു യൂട്യൂബർ ആവണമെങ്കിൽ ഞാൻ പ്രൈവറ്റിൽ പോകും. എനിക്ക് വയ്യ ഗവൺമെൻറ്റിൽ കിടക്കാൻ. അത് ഗവൺമെൻറ് കുറ്റമായിട്ടല്ല, നമുക്ക് സിസേറിയനൊക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് വേണം. അല്ലാതെ ഈ അകത്ത് വേറെ ആരെയും കയറ്റൂല, ഒരാളെ മാത്രം, അമ്മമാരെ മാത്രം, ആണുങ്ങളെ കയറ്റൂല, അതൊക്കെ പാടാണ്. അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോകും, ഒരു യൂട്യൂബർ ആവണമെങ്കിൽ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിലേക്ക് എടുത്തു. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. നിങ്ങളെ വീഡിയോ പറയണം കേട്ടാ, നിങ്ങളെ ഡെലിവറി എക്സ്പീരിയൻസ് പറയണം കേട്ടാ എൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ലോങ് വീഡിയോ വരുന്നവരെ ടാറ്റാ. ഇത്ര ഉള്ളി പൊളിച്ചു ഞാൻ കരുതുന്നുണ്ട്, സങ്കടം സഹിക്കാൻ കഴിയുന്നു.